ഹലോ ഒപ്പം നമസ്കാരം എല്ലാവർക്കും ഞാൻ മേഘ ചതുർവേദി. ഇന്ന് ഞാൻ ഇനയിൽ ഭൂരിക്കാനാണ് വഹിക്കുന്നത്. കാരണം സോറിയാസിസ് എന്ന വിഷയത്തിൽ ആളുകളിൽ നിരവധി മിഥ്യാധാരണകളുണ്ട്. അല്ലെങ്കിൽ ധാരാളം പറച്ചിലുകൾ ഉണ്ട്, അല്ലെങ്കിൽ അവ ആളുകളുടെ കേൾവിക്കുപ്പുകളിൽ വരുന്നു. അവർ സോറിയാസിസ് ശരിയായി മനസ്സിലാക്കാതെ അതിന്റെ ചികിത്സ ശരിയായി എടുക്കാൻ കഴിയാത്ത പരിസ്ഥിതിയിലാണ്. ശരി, ഇന്ന് നാം ആ മിത്തുകളും ആശയക്കുഴപ്പങ്ങളും എല്ലാ ആ കാര്യങ്ങളും ഉത്തരം നൽകാൻ വന്നിരിക്കുന്നു. അവ നിങ്ങളെ സോറിയാസിസിനെ കുറിച്ച് ഉള്ളിലെ ആശയക്കുഴപ്പത്തിലാക്കുകയും സോറിയാസിസ് മാറ്റാൻ നിങ്ങളെ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഏറ്റവും വലിയ മിഥ്യാധാരണ എന്നത് സോറിയാസിസ് ചർമ്മത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ എന്നാണ്. അതിന്റെ ലക്ഷ്യമിട്ട അവയവം ചർമ്മമാണെങ്കിലും ഇത് ചർമ്മത്തെ മാത്രമാണ് ബാധിക്കുന്നു എന്നത് ശരിയല്ല. സോറിയാസിസ് ആഴത്തിലും ദീർഘകാലികവുമായി മാറുമ്പോൾ അത് നിങ്ങളുടെ സന്ധികളെയും ബാധിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ പല രോഗികളെയും കണ്ടിട്ടുണ്ടാകും. അവരുടെ കൈകളിലും കാൽകളിലും വളവും വികൃതിയും ഉണ്ടാകുന്നത്. അവരുടെ സോറിയാസിസ് സന്ധികളിലേക്ക് എത്തുന്നു, വേദന ഉണ്ടാകുന്നു. അതിനാൽ ചർമ്മം ആദ്യത്തെ ലക്ഷ്യമായി തുടരുന്നു. എന്നാൽ നിങ്ങൾ അതിന്റെ ചികിത്സ ശരിയായി എടുക്കാതെ അത് ക്രമേണ വർദ്ധിക്കുന്നു. അതിനാൽ ചില വർഷങ്ങൾക്ക് ശേഷം ഇത് സന്ധികളിൽ എത്തുകയും സോറിയാസിസ് ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ മിഥ്യാധാരണ എന്നത് സോറിയാസിസ് വയസ്സ് കഴിഞ്ഞവരിലോ അഥവാ 20 വർഷം കഴിഞ്ഞവരിലോ മാത്രമാണ് ഉള്ളൂ എന്നാണ്. ഒരിക്കലുമില്ല. എനിക്ക് 2 വർഷം, 6 മാസം, 1 വർഷം, 5 വർഷം, 7 വർഷം എന്നിങ്ങനെയുള്ള രോഗികളുണ്ട്. ഞാൻ ചികിത്സിക്കുന്നു. ഞാൻ പലരെയും സോറിയാസിസ് മുക്തരാക്കിയിട്ടുണ്ട്. സോറിയാസിസ് മുതിർന്നവരിൽ മാത്രമല്ല, കുട്ടികളിലും ഉണ്ടാകാം. ഇത് 60 വയസ്സിന് മുകളിലോ 10 വയസ്സിന് താഴെയോ ആയാലും ഏത് പ്രായത്തിലും കാണാം. അതിനാൽ സോറിയാസിസ് നിങ്ങളെ എവിടെയും ബാധിക്കാം, ഏത് പ്രായത്തിലും ആരെയും ബാധിക്കാം. അതിനാൽ ഈ മിഥ്യാധാരണ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യുക. മൂന്നാമതായി, സോറിയാസിസ് ഒരു ചർമ്മപ്പൊട്ട് മാത്രമാണെന്നത് വളരെ വലിയ മിത്താണ്. ഇത് ഒരു ചർമ്മപ്പിണ്ഡം മാത്രമായിരുന്നെങ്കിൽ അത് സോറിയാസിസ് അല്ല, അത് ഡെർമറ്റൈറ്റിസ് ആയിരിക്കും. ഇത് തികച്ചും തെറ്റാണ്. സോറിയാസിസ് ഒരു ഓട്ടോഇമ്മ്യൂൺ ക്രോണിക് ചർമ്മരോഗമാണ്. നിങ്ങളുടെ ചർമ്മകോശങ്ങളിൽ വീക്കവും മരിച്ച ചർമ്മം അത്രമേൽ പെരുകുന്നു എന്നതാണ് അത് ചൊരിയുന്നത്. അതിനാൽ ഇത് ചർമ്മത്തിലെ തിണർപ്പ് മാത്രമല്ല. അടുത്തതായി, സോറിയാസിസ് ഉണ്ടാകുമ്പോൾ എന്തും കഴിക്കാം എന്നത് ഒരു വലിയ മിത്താണ്. നിങ്ങൾ മാംസാഹാരം കഴിക്കുകയോ മൃഗപ്രോട്ടീൻ കഴിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ സോറിയാസിസ് ഉണ്ടാകില്ല. മിക്ക അലോപ്പതി ഡോക്ടർമാരും ഇത് പറയുന്നു. ഭക്ഷണത്തിന് യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റാണ്. എന്റെ പ്രാക്ടീസിൽ അനിമൽ പ്രോട്ടീൻ കഴിച്ചപ്പോൾ രോഗി ശരിയായിരുന്നില്ല എന്ന് ഞാൻ കണ്ടിട്ടില്ല. സോറിയാസിസ് ചില സമയത്തേക്ക് ശരിയാകാം. എന്നാൽ നിങ്ങൾ മൃഗപ്രോട്ടീന്റെ ആവൃത്തി കൂട്ടി കഴിച്ചു തുടരുകയാണെങ്കിൽ സോറിയാസിസ് എപ്പോഴെങ്കിലും നിങ്ങളെ ട്രിഗർ ചെയ്യും, അതും പുനഃസംഭവിക്കാം. അടുത്തതായി, ഡയറ്റിന് സോറിയാസിസിൽ ഒരു പങ്കുണ്ടെന്നത് ഒരു വലിയ മിഥ്യയാണ്. ഇന്റെ അടുത്ത് വന്ന ചില രോഗികൾ പറയുന്നു, ഞങ്ങൾ ഇതുവരെ അലോപ്പതി ചികിത്സ മാത്രമേ സ്വീകരിച്ചുള്ളൂ. ഒരു ഡോക്ടറും എനിക്ക് ഡയറ്റ് പിന്തുടരാൻ പറഞ്ഞിട്ടില്ല. സോറിയാസിസിൽ ഡയറ്റിന് തുല്യ പ്രാധാന്യത ഉണ്ട്. സോറിയാസിസ് ഭേദമാക്കുന്നതിൽ മരുന്നുകളുടെ പങ്കും സോറിയാസിസ് തിരികെ വരാതെ തടയുന്നതിൽ ഭക്ഷണത്തിന്റെ പങ്കും തുല്യമാണ്. കൂടാതെ ചികിത്സയ്ക്കിടെ പുറത്തുവരുന്ന ചെറിയ വിത്തുകളെ തടയുന്നതിലും. കാരണം നിങ്ങൾ ആരോഗ്യകരമായ ഡയറ്റ് സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സോറിയാസിസിൽ നിന്ന് മുക്തരാകില്ല. ചിലപ്പോൾ ഇത് ട്രിഗർ ചെയ്യും, പുനരാവൃത്തി സംഭവിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വീണ്ടും കാണപ്പെടും. ഉദാഹരണത്തിന്, ഞാൻ ഇപ്പോൾ പൂർണ്ണമായും സാധാരണമായി കാണപ്പെടുന്നു. എന്നാൽ ഞാൻ ദിവസവും അല്ലെങ്കിൽ ഇടയ്ക്കിടെ അനാരോഗ്യകരമായ ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ, അല്ലെങ്കിൽ എന്റെ കുടലിനെ നശിപ്പിക്കുന്ന, ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കുന്ന, മറ്റ് രോഗങ്ങൾ വരുത്തുന്ന അത്തരം കാര്യങ്ങൾ കഴിച്ചു തുടങ്ങിയാൽ എനിക്കും ചില രോഗങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് സോറിയാസിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകം ഒരു ഓട്ടോഇമ്മ്യൂൺ രോഗിയാണ്. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയെ ട്രിഗർ ചെയ്യുന്നതും നിങ്ങളുടെ സോറിയാസിസ് റിലാപ്സ് ആക്കുന്നതുമായ എന്തും നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല. അതിനാൽ ഒരു ഡയറ്റ് പിന്തുടരുന്നത് ആളുകൾക്ക് ആരാധന ചെയ്യുന്നതുപോലെ പ്രധാനമാണ്. അടുത്തതായി, സോറിയാസിസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യായാമം ചെയ്യാനോ ജോഗിംഗ് ചെയ്യാനോ കഴിയില്ല, നിങ്ങൾ വെറും ഇരിക്കണമെന്നാണ് സോറിയാസിസിൽ പ്രചരിക്കുന്ന വലിയ മിത്ത്. ഇല്ല, നിങ്ങൾക്ക് സോറിയാസിസിൽ കഴിയുന്നത്ര വർക്കൗട്ട് ചെയ്യാം. നിങ്ങളുടെ ലക്ഷണങ്ങൾ സുഖപ്രദമായ തലത്തിലാണെങ്കിൽ പിന്നെ നിങ്ങൾ വ്യായാമം ചെയ്യാം. നിങ്ങൾക്ക് വേദനയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വ്യായാമം ചെയ്യുക. നിങ്ങൾക്ക് സാധാരണയായി വിയർപ്പും ചൊറിച്ചിലും ഉണ്ടെങ്കിൽ അതും കുഴപ്പമില്ല. കാരണം നിങ്ങൾ കൂടുതൽ വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ സമാധാനം ഉണ്ടാകും. നീ അധികമൊന്നും ചിന്തിക്കില്ല. ഒരു പോസിറ്റീവ്, സന്തോഷകരമായ ഹോർമോൺ പുറത്തുവിടും. ഇത് നിങ്ങളുടെ രോഗത്തിനും ചികിത്സയ്ക്കും നിങ്ങളെ പോസിറ്റീവ് ആക്കും. നിങ്ങളുടെ മെറ്റബോളിസം ഉയർന്നുവരും. അത് നിങ്ങളുടെ ഗട്ട് സിസ്റ്റത്തെ ആരോഗ്യപ്രദമാക്കും. അതിനാൽ ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ സോറിയാസിസ് രോഗത്തിന്റെ സുഖപ്പെടൽ വേഗത വർദ്ധിക്കും. അടുത്തതായി, ഇത് ഒരു വലിയ മിത്താണ്. എന്റെ കുടുംബത്തിൽ സോറിയാസിസ് ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സോറിയാസിസ് ഉണ്ടാകുന്നു? കാരണം എന്റെ മാതാപിതാക്കൾക്ക് സോറിയാസിസ് ഇല്ല. ശരി, നിങ്ങൾക്ക് സോറിയാസിസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സോറിയാസിസ് ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് മറ്റൊരു ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ടാകാം. അല്ലെങ്കിൽ 3 തലമുറകൾക്ക് ശേഷവും നിങ്ങൾക്ക് ചില ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ടാകാം. സോറിയാസിസ് ആണോ മറ്റ് ഏതെങ്കിലും സ്വയം രോഗപ്രതിരോധ രോഗമാണോ എന്നത് ഇത് നിങ്ങളുടെ 3 തലമുറകളിൽ ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാനാകും.
തലമുറകളിലോ ഒന്നാം ഡിഗ്രി ബന്ധുക്കളിലോ സോറിയാസിസ് ദൃശ്യമാകാത്ത പക്ഷം കൂടി നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കാം, അതുമൂലം നിങ്ങൾക്ക് സോറിയാസിസ് കാണാനാകും. അതിനാൽ ചരിത്രം പ്രധാനമാണ്. പരമാവധി രോഗിയിൽ ഓട്ടോഇമ്മ്യൂൺ രോഗത്തിന്റെ ചരിത്രം ഞങ്ങൾക്ക് ലഭിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ചരിത്രം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സോറിയാസിസ് ഉണ്ടാകാത്തതായി അർത്ഥമില്ല. കാരണം നിങ്ങളുടെ തലമുറകൾ ശുദ്ധമാണ്. നിങ്ങളുടെ ജീവിതശൈലി വളരെ അനാരോഗ്യകരമാണെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രെസ് അനുഭവപ്പെടുന്നു. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബാധിക്കപ്പെടുന്നു, അത് ട്രിഗർ ചെയ്യപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്കും സോറിയാസിസ് ഉണ്ടാകാം. നിങ്ങളുടെ ജീൻ HLA-B27 പോസിറ്റീവ് ആണെങ്കിൽ അത് മ്യൂട്ടേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സോറിയാസിസ് നിങ്ങളുടെ തലമുറകളിൽ നിങ്ങളിൽ നിന്ന് ആരംഭിക്കാം. അടുത്തതായി, സോറിയാസിസ് പ്രകൃതിദത്ത പരിഹാരങ്ങൾ ഉപയോഗിച്ച് മാത്രമേ സുഖപ്പെടുത്താൻ കഴിയൂ എന്നത് ഒരു വലിയ മിത്താണ്. ഇല്ല, നിങ്ങൾക്ക് പ്രകൃതിദത്ത പരിഹാരങ്ങൾ ഉപയോഗിക്കാം. 1. നിങ്ങളുടെ ലക്ഷണങ്ങളെ കുറയ്ക്കാനും അസ്വസ്ഥത ശമിപ്പിക്കാനും. നിങ്ങളുടെ ചൊറിച്ചിൽ കുറയ്ക്കാനും ചർമ്മം മൃദുവാക്കാനും. നിങ്ങൾ സോറിയാസിസ് എന്നേക്കുമായി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അത് കാണാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ശരിയായ ചികിത്സയും ജീവിതശൈലി തിരുത്തലും ഇതിന് വളരെ പ്രധാനമാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സോറിയാസിസ് എന്നേക്കും ഒഴിവാക്കാൻ കഴിയൂ. അവസാനമായി, രോഗികളിൽ ഒരു വലിയ മിഥ്യാധാരണ ഉണ്ട് എന്നതാണ് സോറിയാസിസ് സ്വയം അവസാനിക്കുമെന്ന്. ഇത് സംഭവിക്കുന്നില്ല. കാലക്രമേണ രോഗം മുന്നോട്ട് പോകുന്നു. വളരെ കുറച്ച് ആളുകളിലോ അല്ലെങ്കിൽ വളരെ കുറച്ച് രോഗങ്ങളിലോ മാത്രമേ നിങ്ങൾ പിൻവാങ്ങുന്നതായി കാണൂ. എന്നാൽ പലപ്പോഴും രോഗം, പ്രത്യേകിച്ച് ഇൻഫ്ലമേറ്ററി രോഗങ്ങൾ പോലുള്ളവ, സോറിയാസിസ് അതിലൊന്നാണ്, പിന്നീട് അത് ക്രമേണ പുരോഗമിക്കുന്നു. നിങ്ങളുടെ സോറിയാസിസ് സ്വയം അവസാനിക്കുകയില്ല. നിങ്ങളുടെ ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തിരുത്തലുകൾ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത്തരമൊരു ചികിത്സ സ്വീകരിക്കേണ്ടി വരും. അത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിക്ക് ബോധ്യപ്പെടുത്തും ഇത് നിങ്ങളുടെ ശരീരമാണ്. അതിനെ ആക്രമിക്കരുത്, അതിന്റെ അനുകൂലത്തിൽ പ്രവർത്തിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സോറിയാസിസ് പരാജയപ്പെടുത്താൻ കഴിയൂ. നിങ്ങൾക്ക് അതിനെ പരാജയപ്പെടുത്താൻ കഴിയാത്തപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പ്രയാസമുള്ള എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. അഭിപ്രായം പറയുക, എന്റെ ടീമിനെ വിളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ എന്നെ കാണാൻ വരിക. നിങ്ങളുടെ സോറിയാസിസ് എന്നേക്കുമായി അവസാനിപ്പിക്കുക. നന്ദി, സൂക്ഷിക്കുക.